ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അയർ അപ്പച്ചനായിട്ട് നല്ല ടേമിലാണ്, അങ്ങനെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുവാണ് കേട്ടോ. ബോളറിഞ്ഞൊക്കെ കളിക്കുന്നു. പപ്പ കുറേ എസ്കേപ്പ് ആവാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അങ്ങനെ അയറയുടെ വഴിക്ക് തന്നെ വരേണ്ടി വന്നു കേട്ടോ. അവസാനം അവളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ വേണം കേട്ടോ. ഒന്നേയും പപ്പയെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അമ്മയെ പിടിച്ചു നിർത്തുക, ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ ബോൾ കളിക്കലോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയോ ഇതൊക്കെ തന്നെയാണ് പണി. ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കൽ എൻ്റെ ജോലിയാണ് കേട്ടോ. അപ്പം അമ്മ രാവിലെ കുറച്ച് കിച്ചണിലത്തേക്ക് ആവശ്യമുള്ള ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്, കുക്കിംഗ് എല്ലാം. പിന്നെ ദോശ അപ്പം അമ്മ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞതാണേ. ഇവളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നത്. പക്ഷെ ആൾ എൻ്റെ പുറകെ തന്നെ നേരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് കുഞ്ഞു ദോശ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ മാവെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഓരോരോ ദോശ ഉണ്ടാക്കി കൊടുത്ത്, അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആളിങ്ങനെ ഓരോന്നോരോന്നാക്കി പെറുക്കി കഴിച്ചോളൂ കേട്ടോ. ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാവരച്ചതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉപ്പിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ആ മിക്സിനെ പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നല്ല ഇങ്ങനെ കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുമേ. അങ്ങനെ ദോശ ഉണ്ടാക്കലും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒതുക്കിയിട്ട് നേരെ പുറത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പുറം പരിപാടികളൊക്കെ ഉണ്ട്, ചെടിയും അങ്ങനെയൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ തന്നെ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഇങ്ങനെ പല കളറിലുള്ളതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ട് വന്നിട്ട് ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ വീഡിയോ കണ്ടാലറിയാം, അതൊക്കെ ഇങ്ങനെ മുളച്ച് ഒരുവിധം നല്ല ഇലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിൽ തറയിൽ നട്ടിരിക്കുന്നതെല്ലാം അമ്മ നട്ടിരുന്നതാണ് കേട്ടോ. അത് കണ്ടിട്ടാണ് അതിൻ്റെ വേറെ കളറൊക്കെ ഞാനിങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്ന് നട്ടത്. പക്ഷെ തറയിൽ നട്ടിരിക്കുന്ന നല്ല ഇങ്ങനെ തഴച്ച് നിൽപ്പുണ്ടേ. പക്ഷെ ചെടിച്ചട്ടിയിൽ വെച്ചത് അതിനെ വെച്ച് നോക്കുമ്പോൾ അല്പം ഇങ്ങനെ വളർച്ച ഇങ്ങനെ കുറവുള്ളത് പോലെയാണ് തോന്നിയത്. ഇനി അതൊക്കെ ഇന്ന് കുറച്ചുകൂടെ ഇങ്ങനെ വളർന്നു വന്നിട്ട് അതെല്ലാം ഇനി തറയിൽ നടണമെന്നാണ് വിചാരിക്കുന്നത്. കുറേ മുന്നേ ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നോക്കാതെയും, പിന്നെ അടുത്ത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡൊക്കെ മുഴുവൻ റബ്ബറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ടൊക്കെ അധികം ഇങ്ങനെ ചെടി വെച്ചാലൊന്നും ഇങ്ങനെ പിടിക്കാതായി കേട്ടോ. അങ്ങനെയാണ് പിന്നെ ചെടിയൊന്നും ഇവിടെ ഇല്ലാതായത്. ഇപ്പോഴാണ് കേട്ടോ അതിനുശേഷം പിന്നെ കുറച്ച് ഇങ്ങനെ ചെടിയൊക്കെ നട്ട്, പിന്നെ പച്ചക്കറി ആയാലും അങ്ങനെയൊക്കെ നട്ട് വരുന്നത്. ഈ തെങ്ങിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ നട്ടിരിക്കുന്ന മുഴുവൻ മുന്നേ ഒരു 2 കഷ്ണം ചെടി കൊണ്ട് നട്ടു വെച്ചതാണ് കേട്ടോ. അതിങ്ങനെ പടർന്ന് വന്നിട്ട് അത് തെങ്ങിൻ്റെ ചൂട് മുഴുവനായതാണ്. അത് മുഴുവനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പം അമ്മ അങ്ങനെ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ, പിന്നെ ഭയങ്കര ചൂടാണ്. നമ്മുടെ ഈ മുറ്റമൊക്കെ കണ്ടാലറിയാം, അവിടെ റബ്ബറിൻ്റെ ഇലയെല്ലാം തൊഴിഞ്ഞിട്ട് ഇങ്ങനെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഫുള്ള് വൃത്തികേടായിട്ടാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ആ ചൂട് കാരണം ഈ ചെടിയെല്ലാം ഇങ്ങനെ കരിഞ്ഞുണങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ച് അവിടുത്തെ ഇലയെല്ലാം പെറുക്കി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഇങ്ങനെ അത് ഉഷാറാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് നോക്കാം അത് ശരിയാവുമോ എന്ന്. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് മരങ്ങൾക്കൊക്കെ ഒഴിച്ചു കേട്ടോ. ശരിക്കും മരങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം ശരിക്കും ഒരു മഴ പെയ്ത് തോർന്നൊരു ഭംഗിയായിരുന്നു കേട്ടോ. പ്രകൃതി മുഴുവൻ ആ ഒരു ഭാഗം മുഴുവൻ കാണാൻ വേണ്ടി ഹോസൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും പിന്നെ ശരശം പറഞ്ഞു, എന്തായാലും കണക്ട് ചെയ്തല്ലോ, എന്നാൽ നമുക്ക് വണ്ടിയും കൂടെ കഴുകിയേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടിയൊക്കെ കഴുകി. ആ സമയത്ത് തന്നെ പിന്നെ അയറയുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വെള്ളം ഓണായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊരു കൺട്രോളും ഇല്ല. പിന്നെ ആ വെള്ളത്തിൽ തന്നെ നിന്ന് മഴ പെയ്യുന്നത് പോലെ ആക്കി നനഞ്ഞു കുളിച്ചിട്ടാണേ വന്നേ. വെള്ളത്തിൽ കളിക്കുമ്പോൾ അവൾക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഇങ്ങനൊരു സന്തോഷം വേറെ ഒരു കാര്യത്തിനും കണ്ടിട്ടില്ല. അങ്ങനെ വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞിട്ട് അയറെ നേരെ കൊണ്ടുപോയി കുളിപ്പിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇനി പനി വരണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ മുറ്റമടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മുറ്റമൊക്കെ ഒരു സൈഡിൽ നിന്ന് കുറച്ചൊക്കെ വൃത്തിയാക്കി, പിന്നെ സൈഡിൽ കുറേ ചപ്പ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന എന്തായാലും അത് കത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചുറ്റും കുറച്ച് ഭാഗം കൂടെ ഇങ്ങനെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റബ്ബർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇലയാന്ന്. വേനലായതുകൊണ്ട് തന്നെ മരങ്ങളിലെ ഫുൾ ഇലയും വന്ന് വീണിട്ട് വീടിന് ചുറ്റും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ആ ഒരു ഭാഗം മുഴുവൻ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയി കേട്ടോ. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നില്ലേ. രാവിലെ നമ്മൾ മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കിയാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും ഇത് തന്നെ ആവും കേട്ടോ അവസ്ഥ. ഇനി ഒരു മാർച്ച് ഏപ്രിൽ ആവുന്നത് വരെയൊക്കെ ഇത് തന്നെയായിരിക്കും കേട്ടോ.
അങ്ങനെ പുറത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള ശരിക്കും പറഞ്ഞൊരു മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈവനിങ് ആണ്. ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ചായക്ക് വേണ്ടിയിട്ട്. പിന്നെ നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നേ. പുറം കറുത്തത് കൊണ്ട് തന്നെ ആർക്കും കഴിക്കാൻ വയ്യായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ, നാളെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ആ നല്ല പഴുത്തതാണ് കേട്ടോ ഏത്തപ്പഴം. അതെടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കി, പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ടും കിച്ചണിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ ഐറ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു കസേരയിട്ട് ഇങ്ങനെ ഇരിക്കുക. അമ്മ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവൾക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ചെയറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് വീട്ടിൻ്റെ അകത്ത് എവിടെ നടന്നാലും ആ ചെയർ ഇങ്ങനെ എടുത്തോണ്ടാണ് കേട്ടോ നടക്കല്. അകത്തായാലും പുറത്തായാലും അതിലേ ഇരിക്കുള്ളൂ ആള്. അങ്ങനെ ചായക്ക് കഴിക്കാൻ വേണ്ടി എല്ലാം ആക്കി കൊണ്ടുവച്ച് ഞാൻ അവിടെ പോയി ഇരുന്നപ്പോഴത്തേക്കും ശരിക്കും ഒരു അബദ്ധം പറ്റി കേട്ടോ. ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ടായിരുന്നേ, അത് ഞാൻ ദിവാനിലിരിക്കുന്ന കണ്ടില്ല കേട്ടോ. അത് അറ്റത്താണ് കേട്ടോ ഇരുന്നത്. ഞാൻ പോയി ഇരുന്നപ്പോഴത്തേക്കും അത് നേരെ തറയിൽ പോയി എല്ലാം ഫുൾ പാർട്ടും പീസായിപ്പോയി കേട്ടോ. ഐറയ്ക്ക് അത് കണ്ടപ്പോഴത്തേക്കും ആകെ സങ്കടമായിപ്പോയി. പിന്നെ പുതിയതൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ആളെ ഒരുവിധം സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാതെയാണ് പോയി ഇരുന്നതെങ്കിലും അത് പൊട്ടിപ്പോയപ്പോൾ ശരിക്കും എല്ലാവർക്കും വിഷമമായിപ്പോയി കേട്ടോ. അവളിങ്ങനെ കൊണ്ട് നടന്ന് അതൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടിങ്ങനെ കളിക്കുന്നതായിരുന്നേ. അപ്പം നമ്മുടെ ഇന്നത്തെ ചായ കുടിയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.